ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ്. വാ ഡാഡി, നമുക്ക് കാലത്ത് ഓരോണ്ട് റമ്മി കളിക്കാം. ഇപ്പൊ വേണോ മോളെ? ഇത് സൺഡേ അല്ലേ, വേറെ ജോലിയൊന്നുമില്ലല്ലോ. വാ ഡാഡി. ഓക്കേ. ആ ചേച്ചി വാ. അയ്യോ എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഓ അതൊക്കെ പിന്നെ ചെയ്യാം. ചേച്ചിരിക്കും. ഡാഡി ഇരിക്കും മോളെ. ഡാഡി ആ ഡാഡി കണ്ടോ മഞ്ജു കള്ളക്കളി കളിച്ചു. അത് പറ്റില്ല, റീഷഫിൾ ചെയ്യണം. ഇല്ല ഡാഡി, ഞാൻ കള്ളക്കളിയൊന്നും കളിച്ചിട്ടില്ല. പറ്റില്ല, റീഷഫിൾ ചെയ്യണം. അയ്യോ ഡാഡി, ഞാൻ കള്ളക്കളി കളിക്കില്ലെന്ന് ഡാഡിക്ക് അറിയില്ലേ? ഈ ചേച്ചി ചുമ്മാ കള്ള പറയാ. റീഷഫിൾ ചെയ്തേ പറ്റൂ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കാനില്ല. ഡാഡി ഇനി മേലിൽ എന്നെ കളിക്കാൻ വിളിക്കരുത്. മോളങ്ങനെ ഡാഡി ഉടക്കിപ്പോയാലോ? ഗുഡ് മോർണിംഗ് ഫോറസ്റ്റ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അങ്കിളോട് പറ, അങ്കിള് സമാനം ഉണ്ടാക്കാം. ഞാൻ കള്ളക്കളി കളിച്ചെന്ന് ഡാഡിയും ചേച്ചിയും കൂടി പറയുന്നു. ഇവർ രണ്ടുപേരും കൂടിയാ കള്ളക്കളി കളിച്ചത്. ഇപ്പൊ വായി വെറുതെയായോ? അല്ലെങ്കിൽ ഇവിടെ ഭയങ്കരിയാ. മോളെ അങ്കിളിനൊരു കാപ്പി എടുക്ക്. നല്ല ഏവൻ ടീ, മധുരം കൂടുതൽ കിട്ടും. ഇരിക്കുള്ളേ. പിന്നെ എന്തൊക്കെ ഉണ്ടോ വിശേഷം? ഒരു നല്ല വിശേഷം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ശ്രീദേവിക്ക് ഒരു വിവാഹാലോചനയായിട്ടാണ് എന്റെ ഇന്നത്തെ ഇങ്ങോട്ടുള്ള ആഗമനം. പയ്യൻ സുന്ദരൻ, ഫാക്ടറി ഓണർ. ആളെങ്ങനെയുണ്ട് അങ്കിൾ? സ്മാർട്ട് ആണോ? കല്യാണം നിനക്കല്ല ചേച്ചിക്കാ. അവിടെ കഴിഞ്ഞിട്ട് പോരാ നിനക്ക്. കല്യാണക്കാര്യം പറയുന്നത് കേട്ടേ ഇപ്പഴേ ഒന്ന് രസിക്കണ്ട. പോ തലവഴിഞ്ഞ്. എങ്ങനെയുണ്ടോ? നമ്മളുമായിട്ട് ഇണങ്ങിപ്പോകുന്ന ആൾക്കാരാണോ? ഇണക്കത്തിനൊന്നും ഒരു കുഴപ്പമില്ല. നടന്ന ഇതൊരു നല്ല കാര്യമാണ്. താൻ കേട്ട് കാണും, തിരുവനന്തപുരത്തെ മംഗലത്തെ വിശ്വനാഥ മേനോൻ. ഓഹോ, ഫാക്ടറി സ്വത്തുക്കളൊക്കെയുള്ള വലിയ കുടുംബക്കാരാ. മേനോൻ 2 അറ്റാക്ക് കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ റെസ്റ്റാ. ഫാക്ടറിക്കാരോട് നോക്കുന്ന മൂത്ത 2 ആമക്കളാ. അതിൽ ഇളയവനാണ് പയ്യൻ സുരേഷ്. പിന്നെ മേനോന്റെ ഭാര്യ ഉണ്ടല്ലോ പത്മാവതി അമ്മ, അവരാണ് ആ കുടുംബത്തിന്റെ ഒരു ഐശ്വര്യം. നല്ല അടുക്കും ചിട്ടയും ഡിസിപ്ലിനും ഒക്കെ ഉള്ള സ്ത്രീയാ. അത് പറഞ്ഞാൽ ശരിയാവില്ല, താൻ നേരിട്ട് പോയി കാണണം. ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം, ശ്രീദേവിക്ക് ആ വീട്ടിൽ ചെന്നാൽ യാതൊരു കുറവുണ്ടാവില്ല. തനിക്ക് അത്ര വിശ്വാസമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അവരൊന്ന് പെണ്ണെ ഒന്ന് കാണട്ടെ. 93, 94, 95, 96, 97, 98, 99, 100. ജസ്റ്റ് കുറച്ചുകൂടെ വെള്ളപ്പായ ഞാൻ കമലിനെ പോലെ ആവും. കമലിന്റെ ഡാൻസും മമ്മൂട്ടിയുടെ അഭിനയശേഷിയും കൂടെ ഉണ്ടെങ്കിൽ കസറും അല്ലേ ചാലു? ഒരു വാലും കൂടി വെച്ച ശരിക്കും കസറും. എടി നീ അങ്ങനെ തന്നെ കളിയാക്കൊന്നും വേണ്ട. ഒരു ദിവസം നീയും വരും ഒരു ഓട്ടോഗ്രാഫ് എന്റെ ഒപ്പ് വാങ്ങിക്കാൻ. ഓ പിന്നെ ടിങ്കു, Yes, മമ്മി. നീ അവിടെ എന്തെടുക്കുക? ഞാൻ ഇവിടെ എക്സർസൈസ് ചെയ്യാം മമ്മി. ഗുഡ്. കാലത്തെ എക്സർസൈസ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെ. നീ ഇങ്ങ് വന്നേ. എന്താ മമ്മി? നാളെ സുരേഷിന് പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. ഡാഡിയും രവിയും നീയും കൂടാണ് പോകുന്നത്. അയ്യോ, അപ്പൊ സുരേഷ് ഏട്ടൻ വേണ്ടേ? വേണ്ട. പെണ്ണിന്റെ കുടുംബവും ചുറ്റുപാടുകളും അന്വേഷിച്ചറിയുന്നതിന് മുമ്പ് ചെറുക്കനും പെണ്ണും തമ്മിൽ കാണുന്ന സമ്പ്രദായമൊക്കെ അന്തസ്സുള്ള കുടുംബങ്ങൾക്ക് യോജിച്ചല്ല. പിന്നെ ഞാൻ നിന്നെ അയക്കുന്ന എന്തിനെന്നറിയോ? പെണ്ണ് കാണാൻ അല്ല, നിന്റെ ഡാഡി അവിടെ ചെല്ലുമ്പോ കൈ കിട്ടുന്ന സ്വീറ്റ്സ് ഒക്കെ വാരി തിന്നും, സിഗരറ്റ് വലിക്കും. അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയാ. അക്കാര്യം ഞാൻ ഏറ്റു. പിന്നൊരു കാര്യം, നീ അവിടെ ചെന്ന് വിട്ടുതരങ്ങളൊന്നും വിളിച്ചു പോകരുത്. ഓ, ഇവിടെ നിന്ന എന്റെ ലൈഫ് സ്പോയിൽ ആയത് തന്നെ. ഒരു സിനിമ നടനാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വല്ല പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചേരാന്ന് വെച്ചാൽ പൈസ ഇല്ല. ദൈവമേ, ഒരു കൊച്ചു കലാകാരന്റെ കൂമ്പടയുന്നു. ഒരുങ്ങിക്കോ ഒരുങ്ങിക്കോ.
ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ ഇങ്ങനെ പെണ്ണ് കാണാൻ വരുന്നവരുടെ മുമ്പിൽ ഫാഷൻ പരേഡ് നടത്താൻ? ഈ ഏർപ്പാടിന് എന്നെ കിട്ടില്ല. വരുന്നവരുടെ ഓരോ വിഡ്ഢി ചോദ്യങ്ങളും നോട്ടവും. പെണ്ണിന് കോങ്കണ്ണുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ? ഞാനാണെങ്കിലേ ആദ്യം ചെറുക്കനെ കണ്ട് ഇഷ്ടപ്പെട്ടാലേ ചെറുക്കനെ പാർട്ടി വീട്ടിൽ കയറ്റു. കാര്യം വരുമ്പോ നീ അങ്ങനെ ചെയ്താൽ മതി. അതത്രേ ഉള്ളൂ. ഇതാണ് വിശ്വനാഥൻ. നമസ്കാരം. നമസ്കാരം. വന്നാലേ. ഓ, ഇരുന്നാട്ടെ. യാത്രയൊക്കെ സുഖമായിരുന്നു. ആ, അസുഖം വന്നേ പിന്നെ ആദ്യമായിട്ടാ ദൂരയാത്ര. ചേച്ചി അവര് വന്നെന്ന് തോന്നുന്നു. പാർട്ടി ഇങ്ങനോടെ ഞാൻ നോക്കിട്ട് വരാം. നിങ്ങൾ ഫസ്റ്റ് ബെഡോ സെക്കൻഡ് ബെഡോ തേർഡ് ബെഡോ അന്വേഷിച്ചു എനിക്കെന്താ വേണ്ടത്? ഞാൻ കണ്ടിട്ട് നാളെ തിരിച്ചു കൊടുക്കും. അപ്പൊ കണ്ടാ മതി. ഓ, കൽപ്പനയായിരിക്കും. അതെ. ചെറുക്കനെ കുറിച്ച് അറിയാൻ ആകാംക്ഷയുണ്ടല്ലേ? അമ്മായി അച്ഛൻ കൊള്ളാം. ഒരു തറവാടിയുടെ എല്ലാ ലക്ഷണവും ഉണ്ട്. പിന്നെ കൂട്ടത്തിൽ കൊള്ളാവുന്നൊരു സ്ത്രീയുണ്ട്. ചേട്ടന്റെ ഭാര്യയാകാനാണ് സാധ്യത. ആ, പിന്നൊരു പൊടിപ്പയനുണ്ട്. അവനെ കണ്ടാലറിയാം ആളൊരു വട്ടുകേസാണെന്ന്. പിന്നെ ചേച്ചിയുടെ കാൻഡിഡേറ്റ് ഒരു മണ്ടൻസ് ലുക്കാണ്. ആ, പിന്നെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ചേരും. അയ്യോ, ഇത് കേട്ട് ഹാർട്ട് ഫെയിലൊന്നാവണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. ചെറുക്കൻ നല്ല റൊമാൻറ്റിക് ഹീറോയെ പോലുണ്ട്. ഒന്ന് ചിരിച്ചേ. അപ്പൊ നമുക്ക് മധുരത്തിൽ ആരംഭിക്കാല്ലേ? ഡാഡിക്ക് മധുരം കഴിക്കാൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാര് പറഞ്ഞു? മമ്മിയുടെ ഓർഡറാ. എനിക്ക് ഷുഗറിന്റെ അല്പം കംപ്ലൈന്റോ? അത് സാരമില്ല, നല്ലൊരു കാര്യത്തിനാവുമ്പോ അല്പം മധുരമൊക്കെ കഴിക്കാം, അല്ലേ ഉള്ളേ? വേണ്ട വേണ്ട, താൻ കിട്ടുന്ന മധുരമൊക്കെ വാരി വലിച്ച് തിന്നാലേ എനിക്ക് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഇപ്പോഴേ എന്നാ വൈകിക്കണ്ട, തിരുവനന്തപുരം വരെ എത്തേണ്ടതല്ലേ. മോളെ വിളിക്കും. നിന്നോട് ആരാടെ വീട്ടിൽ നോക്കി എഴുന്നേൽക്കാൻ പറഞ്ഞേ? മമ്മി പറഞ്ഞിട്ടോ? മുന്റെ മമ്മി ഓട്ടടോ, തന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പത്മാവതി അമ്മ അങ്ങനൊക്കെ പറയുന്നത്. മനുഷ്യനെ നാണം കെടുത്തിയില്ലേ? ഞാൻ ഭാര്യയുടെ അടിമയാണെന്നല്ലേ അദ്ദേഹം കരുതൂ. എടോ, എല്ലാ വലിയ വീടുകളിലെയും ഭർത്താക്കന്മാര് ഭാര്യമാരുടെ അടിമയായിരിക്കും. ഭാര്യയുടെ അടിമയാകുന്നൊരു സുഖമാണോ. കല്യാണം കഴിക്കാത്തത് എനിക്ക് എങ്ങനെ അറിയാം? അത് പെൺകുട്ടികളായാൽ ഇങ്ങനെ അടക്കോ ഒതുക്കോ ഒക്കെ വേണം. മോളിരിക്കെ. ആ, ഞാനാണ് സുരേഷിന്റെ അച്ഛൻ. ഇത് അവന്റെ ചേട്ടന്റെ ഭാര്യ ഗീത. ആ, അതെന്റെ ഇളയ സന്തതി ടിങ്കു. പേര് ടിങ്കു എന്നാണെങ്കിലും സ്വഭാവം മങ്കിയുടെയാ. വലിയ സിനിമാ കമ്പക്കാരനാ. ആ, ഇത് സുരേഷിന്റെ അനിയൻ രവി, ഡോക്ടറാ. അപ്പൊ ചെറുക്കം വന്നില്ലേ? അല്ല, അവൻ വരായിരുന്നു. അപ്പഴാ ഇൻകം ടാക്സിന്റെ പ്രോബ്ലം. ലക്ഷക്കണക്കിന് പോലെ പ്രശ്നം പോകാതിരിക്കാൻ പറ്റുമോ? ഇൻകം ടാക്സിന്റെ പ്രോബ്ലം ഒന്നുമല്ല. ചെറുക്കൻ ആദ്യം പെണ്ണിനെ കാണാൻ പോകുന്നത് അന്തസ്സാടാണെന്നാ മമ്മി പറഞ്ഞത്. അതാ ചേട്ടൻ വരായിരുന്നത്. മതി മതി,
ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവും. സംസാരിക്കട്ടെ. ഇവിടുത്തെ തോട്ടത്തിൽ കുറച്ച് നല്ലൊന്നും ചെടികൾ കണ്ടു. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാൻ പോവാം. ആകട്ടെ. വന്നാട്ടെ. രവിക്കെന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. എന്താ ഡോക്ടർ സാർ വല്ലാതെ വേർക്കുന്നത്? ഭയങ്കര ചൂട്. ഈ സമയത്ത് വേർക്കേണ്ട ചേച്ചിയാ. അല്ല, ഒന്നും ചോദിക്കാനില്ലേ? ഏതുവരെ പഠിച്ചു? എന്നെ ഏതാ സബ്ജക്ട്? മലയാളം. ഏത് കോളേജിലാണ് പഠിച്ചത്? സെയിന്റ്. സോറി മാഡം, നിങ്ങൾ എന്നെങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ? ചേച്ചിക്കും കൂടെ എന്തെങ്കിലും പറയാൻ ഒരു അവസരം കൊടുത്തൂടെ? നിങ്ങൾ മണവളം ചെറുക്കിന് ഡമ്മിയായിട്ടല്ലേ വന്നത്? അപ്പൊ പിന്നെ ഞാനും ചേച്ചിയുടെ ഡമ്മി വന്നാൽ എന്താ തെറ്റ്? എന്തെങ്കിലും ഉച്ചത്തിൽ ചിരിക്കുന്നത്? എന്താ ചിരിച്ചൂടെ? ചിരിക്കാം. ഏതായാലും പെണ്ണ് കാണാൻ മമ്മി വരാതിരുന്ന ഭാഗ്യം. എങ്കിൽ ഈ ആലോചന ഇവിടെ വെച്ച് തീർന്നേനെ. ഭഗവാനേ. ഹലോ, ഈ ലോകത്തിലൊന്നും അല്ലെന്ന് തോന്നുന്നു. അടുത്ത മാസം പാർട്ടി ഇവിടുന്ന് ബാക്കപ്പ് ചെയ്യുമല്ലോ. ആര്? അങ്കിൾ പറഞ്ഞത് കൊളിച്ചിരുന്ന് കേട്ടിട്ട് പെണ്ണ് പൊട്ടങ്ങൾ കളിക്കുന്നു. ഓടി